ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫോർട്ട് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഫോർട്ട് ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ ഈ പുറകിലോട്ട് കാണുന്നത് വെഞ്ഞാറമൂട്, പട്ടിയൂർക്കാവ്, ശാസ്തമംഗലം, നെടുമങ്ങാട് വഴി എല്ലാം പോകുന്ന ബസ്സുകൾ നിർത്തുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് എന്ന് പറയുന്നത് പോത്തങ്കോട്, വേളി ഒക്കെ പോകുന്ന ബസ്സുകൾ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഫോർട്ട് ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കാഴ്ചകളാണ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പാളയത്താണ് കേട്ടോ. LMS പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പാളയത്തുള്ള LMS പള്ളി, LMS കോമ്പൗണ്ട് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മ്യൂസിയം വരുന്നത് കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഒരു പ്രധാന കവാടമാണ് നിങ്ങളിത് കാണുന്നത്. ഞാനിപ്പോൾ മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള റോഡേ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി ഗാർഡനാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അതിനകത്തൊരു പാലസ് വരുന്നുണ്ട്. ഈ ഗാർഡനും കഴിഞ്ഞ് ഈ പാലസും താണ്ടി അപ്പുറത്ത് പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മ്യൂസിയത്തിനകത്തോട്ട് കയറേണ്ടത്. മ്യൂസിയം ഇതിൻ്റെ ഉള്ളിലാണ്. ഈ കാണുന്നത് ഗാർഡൻ മാത്രമാണ്. നല്ലൊരു പാലസുണ്ട്, പണ്ടുള്ള ഒരു പാലസാണ്. കനകക്കുന്ന് പാലസും മ്യൂസിയം പാലസും അടിപൊളിയാണ്. ഇത് രണ്ടും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ്. രാജഭരണകാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ആ ഗാർഡൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ആ ബിൽഡിംഗ് കാണാൻ പറ്റും. വളരെ മനോഹരമായ സ്ഥലമാണ്. തിരുവനന്തപുരത്ത് വന്നാൽ ഇവിടെ വരാതെ ആരും പോകരുത്, സൂപ്പറാണ്. ഞാൻ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത് മ്യൂസിയത്തിൻ്റെ മറ്റൊരു കവാടമാണ്. ഈ കവാടമാണ് അവസാനിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ഈ കവാടം വരുന്നത്. ഇവിടെ സിനിമകളിലൊക്കെ ഇഷ്ടംപോലെ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. ഒരു ദിവസം മ്യൂസിയത്തിനകത്ത് കയറി വ്ലോഗ് ചെയ്യണം. അത് ഞാൻ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ ഈ കവാടം കണ്ടോ? മറ്റൊരു കവാടം ഇതാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇത് രാജവീതിയാണ് കേട്ടോ. വെള്ളയമ്പലത്തോട്ട് പോകുന്ന വഴിയാണ്. ഈ സൈഡിൽ മതിലിനകത്ത് കാണുന്നതാണ് കനകക്കുന്ന് പാലസ്. അത് ഞാൻ പിന്നെ ഒരു ദിവസം വ്ലോഗായിട്ട് ചെയ്യും. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പം വലത് സൈഡിലായിട്ട് മരവയും വീതിയാണ്. അത് വേറൊരു വ്ലോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നേരെ ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്കും വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയർ. അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇടത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജവീതി കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. രാജ്ഭവനൊക്കെ അടുത്താണ് വരുന്നത്. മൻമോഹൻ ബംഗ്ലാവ് അടുത്താണ് വരുന്നത്. ഗവർണർ ഇവിടെ താമസിക്കുന്ന രാജ്ഭവനിലാണ് ഗവർണർ താമസിക്കുന്നത്. നമ്മൾ വെള്ളയമ്പലം ജംഗ്ഷനിലെത്തി. ഈ ഡിവൈഡർ തിരിഞ്ഞ് സ്ട്രെയിറ്റ് പോകുന്നത് വട്ടിയൂർക്കാവ് ഭാഗത്തേക്കും ഉണ്ട്. ഇടത്തോട്ട് ആ കാർ പോകുന്നുണ്ടോ? ആ കാർ പോകുന്നത് രാജ്ഭവനിലേക്കുള്ള റോഡാണ്. നെടുമങ്ങാടൊക്കെ ഇതുവഴി പോകാൻ പറ്റും. അടിപൊളി റോഡാണ്. ഈ പോകുന്ന വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്ന് ശാസ്തമംഗലം ജംഗ്ഷനിലേക്കുള്ള റോഡാണ് കേട്ടോ. ശാസ്തമംഗലം ജംഗ്ഷനിൽ ഒരു കൂറ്റൻ ആലുണ്ട്, അടിപൊളിയാണ് കണ്ടോ. ഈ സൈഡിൽ കണ്ട ഒരു ആല്, അടിപൊളി ആലാണ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ വട്ടിയൂർക്കാവാണ്. ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ പൈപ്പ് മൂട്, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടപ്പഴിഞ്ഞിയിലേക്കാണ് പോകുന്നത്. ഇത് പാളയത്തുള്ള യൂണിവേഴ്സിറ്റി സംസ്കൃത കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നായിരുന്നു. ഇത് പാളയത്തെ സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ് കേട്ടോ. ഇതിൻ്റെ നേരെ കുറച്ചപ്പുറത്തായിട്ട്, റോഡിൻ്റെ അപ്പുറത്തായിട്ടാണ് ഒരു ഗണപതി പോലും മുസ്ലിം പള്ളിയും തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഈ 3 മതവിഭാഗക്കാരും നല്ല സൗഹൃദത്തോടെ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഞാൻ ഇനി ഇപ്പുറത്തെ പൊസിഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഗണപതി കോവിൽ കണ്ടോ? ഇത് ഇവിടുത്തെ ഗണപതി കോവിലാണ്. ഈ ഗണപതി കോവിലിൻ്റെ മതിൽ എന്ന് പറയുന്നത് മുസ്ലിം പള്ളിയുടെ മതിലാണ്. ആ സ്ഥാപനം മുസ്ലിം പള്ളിയുടെ സ്ഥാപനമാണ്. ഒരു ജ്യൂസ് കടയാണ്. അവിടെ നോൺ വെജ് അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല. കാര്യം ഈ ക്ഷേത്രം ഇവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് അവരതൊന്നും ചെയ്യാത്തത്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പള്ളി, നേരത്തെ ഞാൻ കാണിച്ച പള്ളിയുണ്ട് അപ്പുറത്ത്, അടിപൊളിയല്ലേ. ഇപ്പം നിങ്ങളെ ഇടത് സൈഡിൽ കാണുന്ന നിയമസഭാ മന്ദിരത്തിലോട്ട് പോണ വഴിയാണ്. ഇതിൻ്റെ സൈഡിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഇതൊരു പ്രതിമ നിൽക്കുന്ന സ്ഥലമാണ്. ഇത് ഒരു ഗാർഡൻ പോലെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ഈ വാഹനം പോകുന്നത് വെള്ളയമ്പലത്തിലോട്ടാണ്. ഇത് കണ്ടോ, സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപമാണ്, സ്വാതന്ത്ര്യാനന്തര സ്മൃതി മണ്ഡപമാണ്. ഇതൊരു പള്ളി, അതിൻ്റെ സിനിമേരി. ഇത് യൂണിവേഴ്സിറ്റി കോളേജാണ് വരുന്നത് കേട്ടോ. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ട് റോഡാണ്. ഇതിനകത്ത് കാണുന്നത് കോളേജാണ്. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. കമ്മീഷണർ സിനിമയിൽ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം.
ഇവിടെ LDF ഭരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അടിയും ബഹളമൊന്നും ഇല്ലാത്തത്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇതിലേക്കൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും പ്രശ്നമാണ്. പാളയത്താണ് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നത്. ഈ റോഡ് നേരെ സ്ട്രൈറ്റ് പോയാൽ ശംഖുമുഖമൊക്കെ പോകാൻ പറ്റും കേട്ടോ. ശംഖുമുഖം പോകാൻ പറ്റുന്ന ഒരു അടിപൊളി റോഡാണ് ഇത്. VJT ഹാളാണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്റ്റാച്ചു ആണ്. നേരത്തെ കാണിച്ച അമ്പലത്തിൻ്റെ അടുത്താണിത്. ഇത് ഫോർട്ട് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഫോർട്ട് ബസ് സ്റ്റാൻഡ് നേരത്തെ ഞാൻ ഇൻട്രോ പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബസ്സാണ് ഇലക്ട്രിക് ബസ്സുകൾ. അത് കണ്ടല്ലേ, ഇലക്ട്രിക് ബസ് ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട്. ഇത് വല്ലാത്തൊരു തലവേദനയാണ്. ഈ ഒരു ആൾ കയറിയ ശ്വാസം പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ ബസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചില തിരക്കുള്ള ഏരിയയിലൊക്കെ ഈ ബസ് വിടും കേട്ടോ. അനന്തപുരിയിൽ കയറേണ്ട ആൾ ഉള്ള ഏരിയയിൽ ഈ ബസ് വിടും. മനുഷ്യന് കാല് കുത്താൻ ഇതിനകത്ത് ഇടം കാണില്ല. ഇതിനകത്ത് ഡ്യൂട്ടി ചെയ്യുന്ന കണ്ടക്ടറേയും ഡ്രൈവറിനെയൊക്കെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. സത്യം, വെറുതെ പറയുന്നതല്ല, വളരെ കഷ്ടം തോന്നും. പിന്നെ ഇപ്പോൾ വരുന്ന ഒരു ബസ് ഞാൻ കാണിച്ചു തരാം. ജനറം ബസ് ഇപ്പോൾ വരുന്നുണ്ട്. നടുക്കൂടെ അങ്ങനെ ആശ ഇങ്ങനെ കുലുങ്ങി വരെയാണ്. ആന വണ്ടിയുമാണ്. പക്ഷേ ഇതിൽ കയറി കഴിഞ്ഞാൽ പ്രാന്തെടുക്കും. എത്തേണ്ടടുത്ത് എപ്പോൾ എത്തുമോ എങ്ങനെ എത്തുമോ ഒരു പിടിയില്ല. അത്രയ്ക്ക് നീളവും വീതിയും എല്ലാം ഉള്ള ഒരു ബസ്സാണ്. ഇതിൽ പിന്നെ ഡബിൾ ബസ്സൊക്കെ ഉണ്ട്, ഡബിൾ ടക്കർ ബസ്സൊക്കെ ഉണ്ട് ജനറൽ. അയ്യോ, വല്ലാത്തൊരവസ്ഥയാണ്. ഒന്നീ ആശാൻ്റെ നെഞ്ചിൽ അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഇവിടുത്തെ KSRTC ബസ്സുകളുടെ അവസ്ഥ. ഇതിൽ പ്രയോജനമുള്ളത് അനന്തപുരി മാത്രമാണ്. അനന്തപുരി ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമാണ്. മാന്യമായിട്ട് യാത്ര ചെയ്ത് എത്തേണ്ട സമയത്തിനെത്തും. അനന്തപുരിക്ക് കിഴക്കേക്കോട്ട എന്നുള്ള പേരൊന്നും എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കോട്ടയാണ്. അപ്പുറത്തൊരു കോട്ടയുണ്ട്, ചുവപ്പ് കോട്ട. ഇത് വെള്ളക്കോട്ട. ഈ വെള്ളക്കോട്ടയുടെ നേരെ സ്ട്രെയിറ്റാണ് ക്ഷേത്രം വരുന്നത്. അവിടെ കണ്ട ക്ഷേത്രം കണ്ട. പണ്ട് രാജഭരണകാലത്ത് രാജാക്കന്മാർ ഇതിനകത്താണ് ഭരിച്ചിരുന്നത്. അവരുടെ രാജഭരണ കേന്ദ്രം ഇതിനകത്തായിരുന്നു. ഞാനിപ്പോൾ നടക്കുന്നത് ഈസ്റ്റ് റോഡിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കവാടത്തിനകത്തോട്ടാണ് കേട്ടോ. ഇവിടെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നത്. ഞാൻ അകത്തോട്ടാണ് നടക്കുന്നത്. അവിടെ ഒരു കുളമെല്ലാം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. ഇതോ നിങ്ങൾ ആ കാണുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേട്ടോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതിൻ്റെ ഫ്രണ്ടിലുള്ള കുളമെല്ലാം അവിടെ കാണാൻ പറ്റും. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. ആ ബോർഡിൻ്റെ അപ്പുറത്തോട്ട് സെക്യൂരിറ്റി സോണാണ്, പ്രൊട്ടക്ഷൻ ഏരിയ ആണ് അവിടെ. ഈ കാണുന്ന ജോയി ആലുക്കാസ് ആണ് കേട്ടോ. തിരുവനന്തപുരത്ത് ആദ്യത്തെ ഫേമസ് ജ്വല്ലറിയാണ് ജോയി ആലുക്കാസ്. ക്ഷേത്രം ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് കുതിരമാളിക വരുന്നത്. ഇവിടെ ശരിക്കും കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കടകളുടെ ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ട്. അവിടെ ചെറിയ ക്ഷേത്രം കാണാം, ചെറിയൊരു ക്ഷേത്രം അവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ആൽമരവും ഒരമ്പലവും എല്ലാം കാണാൻ പറ്റും. ഇത് കേരള ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. കേരള ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു കല്ലിലൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അവിടെ കണ്ട കല്ലിലൊരു ഗണപതിയുടെ രൂപം പോലെ ഒരു സംഭവമുണ്ട്. അതിവിടെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഗണപതിയുടെ രൂപം പോലെ അതിൽ ഹാരമൊക്കെ ഇട്ട് പൂജയൊക്കെ ചെയ്തു വച്ചിരിക്കുകയാണ്. ജോയി ആലുക്കാസിൻ്റെ ബിൽഡിംഗ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. ജോയി ആലുക്കാസിൻ്റെ ബിൽഡിംഗ് ആണ്. സിറ്റിയിലെ ആദ്യത്തെ ജ്വല്ലറിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ജ്വല്ലറിയാണ്. പിന്നെയാണ് വേറെയുള്ള ജ്വല്ലറികളെല്ലാം വന്നതെന്ന് തോന്നുന്നു.
ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കുളം കേട്ടോ. ഇത് കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കുളമാണെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കുളമാണിത്. ഈ പ്രാവുകൾ വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൽമണ്ഡപങ്ങളാണ്, പണ്ടത്തെ കൽമണ്ഡപങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ പ്രാവ് വന്നിരിക്കുന്നത്. ഇതിവിടെ നമ്മൾ പൊരി വാങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രാവെല്ലാം കൂടെ താഴെ വരും. ഇതൊക്കെ പണ്ട് രാജഭരണകാലത്തുള്ള കൽമണ്ഡപങ്ങളാണ്. ഇനി ഒരു സിനിമ ഷൂട്ട് ചെയ്ത ഒരു ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതോ ആ കാണുന്നതാണ് കുതിരമാളിക കേട്ടോ. കുതിരമാളികയാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു മണിയുണ്ട്, മേത്തൻ മണി എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടോ, അവിടെ അതിനകത്താണ് മേത്തൻ മണി ഇരിക്കുന്നത്. കുതിരമാളികയാണ് ഇത് വരുന്നത്. ഈ കിലുകിൽ പമ്പരം സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. ജയറാമിൻ്റെ കിലുകിൽ പമ്പരം ഷൂട്ട് ചെയ്തത് ഈ ബിൽഡിങ്ങിലാണ്. കൊട്ടാരം റിസീവറായിട്ട് ജയറാം വരുന്നത് ഈ ബിൽഡിങ്ങിലാണ്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയാണ് അത് എടുത്തിരിക്കുന്നത്. സ്വാമി അയ്യപ്പൻ സീരിയലും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടുന്ന് കോട്ടയ്ക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഗാന്ധി പാർക്ക് കാണിച്ചു തരാം. പുറത്താണ് ഗാന്ധി പാർക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി ഗാന്ധി പാർക്കിലോട്ട് പോകാം. അത് ഈ കോട്ടയുടെ പുറത്തിറങ്ങണം. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡും ശരിക്കും കടകളുണ്ട് കേട്ടോ. സീറ്റ്സ് കട, ലോട്ടറി കട, അങ്ങനെ ശരിക്കും കടകൾ വരുന്നുണ്ട്. 2 സൈഡും ശരിക്കും കടകൾ വരുന്ന ഒരു സ്ഥലമാണ്. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. തട്ട് കച്ചവടക്കാരും എല്ലാം ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നിങ്ങളതോ അവിടെ കാണുന്നതാണ് ഗാന്ധി പാർക്ക് കേട്ടോ. ഇപ്പം പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. അതാണ് ഗാന്ധി പാർക്ക്. ഗാന്ധി പാർക്കാണതോ നിങ്ങൾ ഈ കാണുന്നത് വീഡിയോയിൽ. ബസ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ബോർഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ.